അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പോസിഷൻ ഓഫ് മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ്റെ കോമ്പോസിഷനാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോമ്പോസിറ്റ് ഫങ്ഷൻസൊക്കെ നമ്മൾ എഫ് സർക്കിൾ ജി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ കോമ്പോസിറ്റ് ഫങ്ഷൻസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്. അപ്പോൾ അതിലും എന്തുണ്ടായിരിക്കും, കോമ്പോസിഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കോമ്പോസിഷൻ എങ്ങനെയാണ് മെട്രിക്സ് ട്രാൻസ്ഫോർമേഷനിലെ കോമ്പോസിഷൻ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഡെഫിനിഷനിലേക്ക് പോവാം. ഇഫ് ടി എ സച്ച് ദാറ്റ് ആർ എൻ ടു ആർ കെ, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ്. ആർ എൻ ടു ആർ കെയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു. അതുപോലെ ടി ബി എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ ആർ കെ ടു ആർ എമ്മിലേക്ക് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ കോമ്പോസിഷൻ ഓഫ് ടി ബി വിത്ത് ടി എ, കോമ്പോസിഷൻ ഓഫ് ടി ബി വിത്ത് ടി എ എന്ന് പറയുമ്പം ടി ബി സർക്കിൾ ടി എ സച്ച് ദാറ്റ് ആർ എൻ ടു ആർ എം ആണ്. അതായത് നോക്ക്, ടി എ എന്ന് പറയുന്നത് ആർ എൻ ടു ആർ കെ ആണ്, ടി ബി എന്ന് പറയുന്നത് ആർ കെ ടു ആർ എം ആണ്. അപ്പോൾ നമ്മൾ ആർ എൻ ടു ആർ കെ അതുപോലെ ആർ കെ ടു ആർ എം ആണ്. അപ്പോൾ നമ്മൾ ആർ എൻ ടു ആർ എം ആയിട്ടാണ് എന്ത് ചെയ്യുക, അത് കൺസിഡർ ചെയ്യുക. അതായത് ആദ്യം എടുക്കേണ്ടത് ഏതിനെയാണ്, നമ്മൾ ടി എയുടെ ആണ് എടുക്കുന്നത്. കണ്ടോ, ടി എ എന്ന് പറയുന്നത് ആർ എൻ ടു ആർ കെ ആണ്. ടി ബി എന്ന് പറയുന്നത് രണ്ടാമത് എടുക്കുന്നത്, ആദ്യത്തിൻ്റെ രണ്ടാമത്തെയാണ് നമ്മൾ എടുക്കുന്നത്. ടി ബി എന്ന് പറയുന്നത് രണ്ടാമതാണ് എടുക്കുന്നത്. ടി ബി ഫ്രം ആർ കെ ടു ആർ എം ആണ്. ദെൻ ടി ബി കോമ്പോസിറ്റ് ടി എ എന്ന് പറയുമ്പോൾ അത് ആർ എൻ ടു ആർ എം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിഫൈൻഡ് ബൈ, അതെങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ടി ബി കോമ്പോസിറ്റ് ടി എ ഓഫ് എക്സ്, ടി ബി കോമ്പോസിറ്റ് ടി എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി ബി ഓഫ് ടി എ ഓഫ് എക്സ്, ടി ബി ഓഫ് ടി എ ഓഫ് എക്സ് ആയിരിക്കും എന്ത്, ടി ബി കോമ്പോസിഷൻ ടി എ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കതിനെ മെട്രിക്സിൻ്റെ ഫോമിലേക്ക് എഴുതുമ്പോൾ നമ്മൾ ടി ബി ഓഫ് ടി എ ഓഫ് എക്സിനെ നമുക്ക് ടി ബി ഓഫ് ടി ബി സർക്കിൾ ടി എ ഓഫ് എക്സ് അഥവാ ടി ബി കോമ്പോസിഷൻ ടി എ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ടി ബി ഓഫ് ടി എ ഓഫ് എക്സ് എന്ന് എഴുതാം. ഡെഫിനിഷൻ പ്രകാരം അങ്ങനെ എഴുതാം. ടി ബി എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഓഫ് ബി മെട്രിക്സ്, ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസിഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസിഷനിൽ ട്രാൻസ്ഫോർമേഷനാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി മെട്രിക്സ് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും, ബി മെട്രിക്സ് ആയിരിക്കും. അങ്ങനെയാണ് ബി ഇൻറ്റു ടി എ ഓഫ് എക്സ്, അതായത് ബി ഇൻറ്റു ടി എ ഓഫ് എക്സിന് നമുക്ക് കണ്ടുപിടിക്കാൻ എ ഓഫ് എക്സ് ചെയ്താൽ മതി, അതായത് ബി എ ഓഫ് എക്സ് ചെയ്താൽ മതി. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് എന്തായിരിക്കും, ബി എ ആയിരിക്കും. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി എ ആയിരിക്കും. അതായത് നമ്മൾ ഇത്ര കാര്യം ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഫസ്റ്റത്തെ ഡെഫിനിഷൻ ഇതാണ് എന്ത്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ എന്ന് പറയുന്നത് ആർ എൻ ടു ആർ കെ ആണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് ആർ കെ ടു ആർ എം ആണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ എന്ന് പറയുന്നത് ആർ എൻ ടു ആർ എം ആയിരിക്കും. അതിന് നമ്മൾ ഡിഫൈൻ ചെയ്യുക, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ എക്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി ഇൻറ്റു ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് ആയിരിക്കും. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ എക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു വേറെ കാര്യം, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി എക്ക് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി ഇത് മൂന്ന് കേസുകൾ, ഇതിപ്പോൾ രണ്ടെണ്ണമാണ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബിയും ട്രാൻസ്ഫോർമേഷൻ ഓഫ് എയും മാത്രമാണ് ഉള്ളത്. ഇനി അതിൽ കൂടുതൽ എയും ബിയും സിയും വരികയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി വരുമ്പം നോക്കിയേ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി കോമ്പോസിറ്റ്
ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സച്ച് ദാറ്റ് Rn ടു Rm എന്ന് വരാൻ കാരണം എന്താ? ആദ്യം നമ്മൾ എടുക്കുക ഏതാ എടുക്കുക? ഏറ്റവും ഉള്ളിലുള്ള ആളാരാ? എ. Rn ടു Rk. പിന്നെയോ ബി എന്താണ്? Rk ടു Rp. പിന്നെയോ Rp ടു Rm. അതായത് നമ്മൾ Rn ടു Rm ആയിരിക്കും എന്തുണ്ടാവുക? നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യുക? വരിക. നേരത്തെ കണ്ട പോലെ തന്നെ. അപ്പോൾ കോമ്പോസിറ്റ് എഴുതുമ്പോൾ രണ്ടാമതുള്ളതിൻ്റെയാണ് നമ്മൾ ആദ്യം എടുക്കുക. ഇവിടെ മൂന്നുള്ളതിനുണ്ട്, മൂന്നാമതുള്ളത് ആദ്യം എടുക്കും, പിന്നെ രണ്ടാമത്തത്, പിന്നെ ലാസ്റ്റത്താണ് ഫസ്റ്റ് എടുക്കുക അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എടുക്കുക. ഇനി നേരത്തെ എഴുതിയ അതുപോലെ തന്നെ രണ്ടെണ്ണം ഉള്ളപ്പോൾ എഴുതിയ പോലെ തന്നെയാണ് നമ്മൾ മൂന്നെണ്ണം ഉള്ളപ്പോൾ എഴുതുക. ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി കോമ്പോസിറ്റ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി കോമ്പോസിറ്റ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ എക്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ എക്സ് ആയിരിക്കും. അതായത് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി എ എന്ന് എഴുതുന്ന പോലെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി ബി എ എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഇനി അതിൽ വേറെ രീതിയിൽ നമ്മൾ എഴുതുന്നൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി എന്നുള്ളതിന് പകരം T1 T2 അല്ലെങ്കിൽ T1 T2 T3 എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെട്രിക്സ് ആക്കി മാറ്റുക. അതായത് T1 എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനാണ് എഴുതിയിട്ടുള്ളത്, T2 എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ആ ട്രാൻസ്ഫോർമേഷനെ നമ്മളെന്താണ് ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആക്കിയിട്ട് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്തതാണ്? മാറ്റിയതാണ്. T2 കോമ്പോസിറ്റ് T1 എന്ന് പറഞ്ഞ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിലിടുമ്പോൾ അതിൻ്റെ അർത്ഥം സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T2 കോമ്പോസിറ്റ് T1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T2 ഇൻറ്റു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1 എന്നാണ്. അപ്പോൾ മൂന്നെണ്ണം വരുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. എന്ത്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് T3 കോമ്പോസിറ്റ് T2 കോമ്പോസിറ്റ് T1, അതായത് 3 ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആ കോമ്പോസിഷൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T3 ഇൻറ്റു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T2 ഇൻറ്റു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1 ആണ്. ഇത് കുറച്ചും കൂടി ക്ലിയർ ആവാൻ ഞാനൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ നോക്കാം, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇവിടെ T ഫ്രം R3 ടു R2. ഓക്കെ, R3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 വേരിയബിൾ ഉണ്ടായിരിക്കും, R2 എന്ന് പറയുമ്പോൾ 2 വേരിയബിൾ അതിലുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ R3 നിന്ന് R2ലേക്കുള്ളൊരു എന്താണ് ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ TXYZ 3 ഉണ്ട്. പിന്നെ എവിടെയോ 3x + 2y + 4z, അതായത് ഒരു എന്താണ് ഒരു നമ്പറാണത്. x + y + 2z എന്ന് പറഞ്ഞാൽ അടുത്തതാണ്. അതായത് നമ്മുടെ രണ്ടെണ്ണം R3 ടു R2 അല്ലേ, അവിടെ 2 എലമെൻ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. അതിൽ ഒരു എലമെൻ്റാണ് 3x + 2y + 4z, അടുത്ത എലമെൻ്റാണ് x + y + 2z എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എന്ത് ചെയ്യണം? മെട്രിക്സ്. ട്രാൻസ്ഫോർമേഷന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തുണ്ടാവും? മെട്രിക്സ് ഉണ്ടായിരിക്കും. ആ മെട്രിക്സ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. അതായത് ഈ TXYZ is equal to ട്രാൻസ്ഫോർമേഷൻ ഓഫ് XYZ is equal to 3x + 2y + 4z, x + y + 2zന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഞാൻ എഴുതാൻ പോവുകയാണ്. എന്താണ് ആ സ്റ്റാൻഡേർഡ് മെട്രിക്സ്? അതിന് എഴുതുക T100. T100 എന്ന് പറയുമ്പോൾ എക്സിന് പകരം 1, വൈക്ക് പകരം 0, സെറ്റിന് പകരം 0 എന്ത് ചെയ്യുന്നു? നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് E1 T1 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം ചെയ്യുന്നത് T1 ചെയ്യുമ്പോൾ നമുക്ക് എക്സിന് പകരം 1 കൊടുക്കുന്നു, വൈക്ക് പകരം 0, സെറ്റിന് പകരം 0 കൊടുക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? 3 ആണ് ഉണ്ടാവുക. രണ്ടാമത്തേൽ എക്സിന് പകരം 1, വൈക്ക് പകരം 0, സെറ്റിന് പകരം 0 കൊടുക്കുമ്പോൾ 3 1 എന്ന് കിട്ടും. അതുപോലെ T1010 എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് T2 കാണുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിന് പകരം 0, വൈക്ക് പകരം 1, സെറ്റിന് പകരം 0 എടുക്കുമ്പോൾ നമുക്ക് 2 1 എന്ന് കിട്ടും. അതുപോലെ T001, അതായത് TE3 എന്ന് പറയുമ്പോൾ എക്സിന് പകരം 0, വൈക്ക് പകരം 0, സെറ്റിന് പകരം 1 കൊടുക്കുമ്പോൾ നമുക്ക് 4 2 എന്ന് കിട്ടും. നമ്മളത് ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കാറ്?
ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഓഗ്മെൻറ്റ് അത് 3 ഓഗ്മെൻറ്റഡ് മെട്രിക്സുകളാക്കി എഴുതിയാൽ നമ്മുടെ എന്തായി ആ ട്രാൻസ്ഫോർമേഷന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെട്രിക്സായി. അപ്പോൾ ഞാൻ ആ സ്റ്റാൻഡേർഡ് മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ടി സ്ക്വയർ ബ്രാക്കറ്റിൽ ടി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് കിട്ടുന്നത് 3 1 2 1 4 2 എന്നായിരിക്കും. 3 1 2 1 4 2. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതാണ് ഞാനിവിടെ ഒരു ഷോർട്ട് കട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതിയിട്ടുള്ളതെന്ന് നോക്കിയാൽ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് നോക്കിയേ, ഫസ്റ്റത്തെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 3, വൈൻ്റെ കോയിഫിഷ്യൻറ്റ് 2, സെറ്റിൻ്റെ കോയിഫിഷ്യൻറ്റ് 4. ആ 3 2 4 ആണ് നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുള്ളത്. വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. നമുക്ക് അടുത്ത എന്താണ്, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1, വൈൻ്റെത് 1, സെറ്റിൻ്റെ 2. അപ്പോൾ 1 1 1 2 രണ്ടും എന്ത് തന്നെയാണ് 3 2 4 1 1 2 രണ്ട് സെയിം തന്നെയല്ലേ. അപ്പോൾ ഇത് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇനി നേരെ തിരിച്ചു അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ഒരു സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടിയാൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എഴുതിക്കൂടെ. നമുക്ക് ഞാനിവിടെ അതൊരു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ് 1 2 3 4 5 6 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ എഴുതാൻ പറ്റും. ട്രാൻസ്ഫോർമേഷൻ ഫ്രം R3 to R2, R3 നിന്ന് R2ലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ TXYZ ഇസ് ഈക്വൽ ടു ഇത് ഇവിടെ എങ്ങനെ എഴുതിയത് കോയിഫിഷ്യൻറ്റുകൾ ചേർത്തിട്ടല്ലേ. അപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് 3 എണ്ണം ഫസ്റ്റത്തേൻ്റെ കോയിഫിഷ്യൻറ്റുകളാവും. അതായത് 1x + 2y + 3z, 4x + 5y + എന്തായിരിക്കും 6z. 4x + 5y + 6z ആണ്. ഇവർ 6 എന്നാണ് അവിടെ ഉള്ളത്, 6z ആണ്. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടിയാൽ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ്, സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതാൻ പറ്റും. നേരെ തിരിച്ച് സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ എഴുതാനും പറ്റും എന്നുള്ളതാണ്. ഇനി ഇവിടെ ഇപ്പോൾ വെറും ടി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധിക സമയത്ത് നമ്മൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, TA ട്രാൻസ്ഫോർമേഷൻ വിത്ത് റെസ്പെക്ട് ടു എ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് സംഭവിക്കുക, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. അപ്പോൾ അവിടെ എന്തായിരിക്കും, എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ആരായിരിക്കും, അപ്പം എ ആയിരിക്കും. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ എന്ന് പറയുമ്പോൾ 3x + 2y + 4z, x + y + 2z എന്ന് പറയുമ്പോൾ 3 2 4 1 1 2. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എല്ലാ സമയത്തും T1 T2 T3 എന്നാവണമെന്നില്ല. TA TB എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വരാം, ട്രാൻസ്ഫോർമേഷൻസ് വരാം. TA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്ന മെട്രിക്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. TB എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്ന മെട്രിക്സിനെ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പറയുന്നത്. അപ്പം ഇത് നിന്ന് വേറൊരു ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇന്നൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പോസിഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ്റെ എക്സാമ്പിളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, T1 എന്ന് പറയുന്നത് R2 to R2, T2 എന്ന് പറയുന്നതും R2 to R2 ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് T1 XY T2 XY നമുക്ക് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമ്പോസിഷൻ ഫ്രം T1 to T2, T1 കോമ്പോസിറ്റ് T2. അപ്പോൾ T1 കോമ്പോസിറ്റ് T2 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമുക്കറിയാം T2ൻ്റെത് R2 to R2 ആണ്, T1ൻ്റെ R2 to R2 ആണ്. അപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. അതായത് R2 to R2. നമ്മൾ G സച്ച് ദാറ്റ് A to B, F സച്ച് ദാറ്റ് B to C ആണെങ്കിൽ F.G അല്ലെങ്കിൽ F കോമ്പോസിറ്റ് G കാണുമ്പോൾ നമ്മളെങ്ങനെ ചെയ്യാറ്, A to C ആണ് ഉണ്ടാവുക. അതായത് നമ്മൾ G എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എയിലാണ്, F എവിടെയാണ് അവസാനിക്കുന്നത്, C ആണ്. അത് തന്നെയാണ് A to C എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് വരിക, ട്രാൻസ്ഫോർമേഷൻ വരിക. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ T1 കോമ്പോസിറ്റ് T2 സച്ച് ദാറ്റ് R2 to R2 എന്ന് എഴുതി. ഇനി നമുക്കറിയാം T1 കോമ്പോസിറ്റ് T2 XY എന്ന് പറഞ്ഞാൽ T1 ഓഫ് T2 XY. നമ്മുടെ ഡെഫിനിഷൻ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താണ് T1 കോമ്പോസിറ്റ് T2 XY എന്ന് പറയുമ്പോൾ T1 ഓഫ് T2 XY അല്ലേ. അപ്പോൾ നോക്കിയാൽ T1 ഓഫ് T2 XY എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനില്ല,
ഇവിടെ തന്നിട്ടുണ്ട് എന്ത് എക്സ് പ്ലസ് 3y കോമ 2x പ്ലസ് 5y ആണ് അല്ലേ. എക്സ് പ്ലസ് 3y കോമ 2x പ്ലസ് 5y ആണ്. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ നോക്കിയാൽ T1 ഓഫ് എക്സ് പ്ലസ് 3y 2x പ്ലസ് 5y എന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന് ഇനി എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഈ കാര്യത്തിന് എന്തായിട്ട് കൺസിഡർ ചെയ്യുക, വൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ T1 ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ മുകളിൽ തന്നിട്ടുണ്ട്. T1 ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2x പ്ലസ് വൈ കോമ 3x പ്ലസ് 2y അല്ലേ. അപ്പോൾ T1 ഓഫ് എക്സ് വൈ ആണെങ്കിൽ അതാണ്. അപ്പോൾ എക്സിന് പകരം ഇവിടെ എക്സ് പ്ലസ് 3yയും കൊടുക്കുക, വൈക്ക് പകരം എന്ത് കൊടുക്കുക, 2x പ്ലസ് 5yയും കൊടുക്കുക. അപ്പോൾ എങ്ങനെ കിട്ടും? 2 ഇൻറ്റു അല്ലേ 2x അല്ലേ, എക്സിന് പകരം എക്സ് പ്ലസ് 3y പ്ലസ് വൈക്ക് പകരം 2x പ്ലസ് 5y കോമ പിന്നെ അടുത്ത് 3 ഇൻറ്റു എക്സിന് പകരം എക്സ് പ്ലസ് 3y പ്ലസ് 2y എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സിന് പകരം എക്സ് പ്ലസ് 5y എന്ന് കിട്ടും. അത് എക്സ്പാൻഡ് ചെയ്താൽ 2x പ്ലസ് 6y പ്ലസ് 2x പ്ലസ് 5y കോമ 3x പ്ലസ് 9y പ്ലസ് 4x പ്ലസ് 10y ഇസ് ഈക്വൽ എന്ന് കിട്ടും. അപ്പോൾ അത് രണ്ട് കൂടി ചേർത്താൽ 4x പ്ലസ് 11y കോമ 7x പ്ലസ് 19y എന്ന് കിട്ടും. അതായത് ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ കോമ്പോസിഷൻ T1 കോമ്പോസിറ്റ് T2 XY എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയതാണെന്ത് 4x പ്ലസ് 11y കോമ 7x പ്ലസ് 19y എന്ന് നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് എന്തുപയോഗിച്ച് ചെയ്യാം? അതിനേക്കാൾ എളുപ്പത്തിൽ എത്രയൊന്നും പണിയില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ട്രാൻസ്ഫോർമേഷനുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സുകൾ, സ്റ്റാൻഡേർഡ് മെട്രിക്സുകൾ ഉപയോഗിച്ച് നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിക്കേ, ഇതേ സംഗതി തന്നെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെട്രിക്സുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ T1 മെട്രിക്സ് T1 എന്ന് പറഞ്ഞാൽ T1 എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ 2x പ്ലസ് വൈ കോമ 3x പ്ലസ് 2y എന്നല്ലേ. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ ഉപയോഗിച്ച് നമുക്കത് എഴുതാം. 2x എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻറ്റ് 2, y എന്ന് പറയുമ്പോൾ കോയിഫിഷ്യൻറ്റ് 1, 3x എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻറ്റ് 3, 2y എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻറ്റ് 2. കണ്ടോ? അതുപോലെ T2 എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ T2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമ്മൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതാണ്. അപ്പം x പ്ലസ് 3y എന്ന് പറയുമ്പോൾ കോയിഫിഷ്യൻറ്റ് 1, 3 കോയിഫിഷ്യൻറ്റ് 3. അതുപോലെ 2x പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 2, 5. കണ്ടോ? അങ്ങനെ കോയിഫിഷ്യൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്തു എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് T1 കോമ്പോസിറ്റ് T2ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കാണാൻ, T1 കോമ്പോസിറ്റ് T2ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1 ഇൻറ്റു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T2 ഇൻറ്റു ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1 നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, 2, 1, 3, 2 ആണ്. സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T2 എന്താണ്? 1, 3, 2, 5 ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടും 4, 11, 7, 19. 4, 11, 7, 19 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1 കോമ്പോസിറ്റ് T2 ആണ്. സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടിയാൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ കിട്ടിയ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതാൻ പഠിച്ച പോലെ നേരെ തിരിച്ച് സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടിയ ട്രാൻസ്ഫോർമേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ T1 കോമ്പോസിറ്റ് T2 XY എന്ന് പറയുമ്പോൾ എന്തേ ഉണ്ടാവുള്ളൂ? ഈ 4ന് എക്സ് കൊടുക്കുക, 11 എന്ത് കൊടുക്കുക? വൈ കൊടുക്കുക. അതായത് 4x പ്ലസ് 11y കോമ 7x പ്ലസ് 19y. രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. രണ്ട് ചെയ്താൽ ആൻസർ എന്ത് തന്നെയാണ് കിട്ടുക? സെയിം തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഓർമ്മയിലുണ്ടാവണം. അപ്പം എപ്പോഴും ഈ T1 T2 എന്നല്ല ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റെസ്പെക്ട് ടു എ എന്നുണ്ടാവും, ട്രാൻസ്ഫോർമേഷൻ വിത്ത് റെസ്പെക്ട് ടു ബി എന്നുണ്ടാവും. അതായത് എ എന്ന് പറയുന്ന കറസ്പോണ്ടിങ് മെട്രിക്സിന് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ TA എന്ന് വിളിക്കുക. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? TA എന്ന് വിളിക്കുക. അതുപോലെ ബി എന്ന് പറയുന്ന കറസ്പോണ്ടിങ് മെട്രിക്സിൻ്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷനെയാണ് എന്ത് വിളിക്കുക? TB എന്ന് വിളിക്കുക. അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് എന്തായിരിക്കും? ബി ആയിരിക്കും. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് TA എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് എന്തായിരിക്കും? എ ആയിരിക്കും. അപ്പം TA കോമ്പോസിറ്റ് TB എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ട്രാൻസ്ഫോർമേഷൻ ഓഫ് ABക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി
എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ബിക്ക് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമ്മളിവിടെ എ ബി കണ്ടിട്ട് അതിൻ്റെ എന്ത് കണ്ടാൽ മതി, ട്രാൻസ്ഫോർമേഷൻ കണ്ടാൽ മതി. എയും ബിയും കൂടി ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടിക്കോളും, നമ്മളെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബി എന്ത് ചെയ്യും, കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് നമുക്കിതിൽ ബാക്കിയുള്ള പ്രോബ്ലംസിലേക്ക് പോവാം. ബാക്കിയുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം പറയുന്നത് എന്താ വെച്ചാൽ, ലെറ്റ് T1 ഫ്രം R2 to R2 ബി എ റിഫ്ലക്ഷൻ അബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ്. റിഫ്ലക്ഷൻ അബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ്. അതുപോലെ T2 R2 to R2 ദ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓൺ ടു ദ y ആക്സിസ്. ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ഷോ ദാറ്റ് ദ കോമ്പോസിഷൻ ഓഫ് ദീസ് ട്രാൻസ്ഫോർമേഷൻസ് ആർ നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഈ രണ്ട് ട്രാൻസ്ഫോർമേഷനുകളും എന്തിന്, അവയുടെ രണ്ടിന് കോമ്പോസിഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന്. അതായത് നമ്മൾ T1 കോമ്പോസിറ്റ് T2 എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ T2 കോമ്പോസിറ്റ് T1 എന്ന് പറഞ്ഞാൽ രണ്ടും എന്തല്ല, സെയിം അല്ല എന്നാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. അപ്പോൾ T1 എന്ന്, അതായത് ഇവിടെ മെട്രിക്സ് T1 എന്ന് പറയുമ്പോൾ, അതായത് ഈ ഫസ്റ്റത്തെ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ T1 സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് അറിയാം, ഓൾറെഡി അറിയുന്ന കാര്യമാണ്. റിഫ്ലക്ഷൻ അബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ്, എക്സിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ്, 1 0 1 1 0 ആണ് അതിൻ്റെ എന്ത്, സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് അറിയുന്നതാണ്. ഓൾറെഡി നമ്മൾ അറിയുന്ന കാര്യം ആയതുകൊണ്ടാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ഇക്വേഷൻ അറിയായിരുന്നു, എന്ത്, എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വരുന്നതെന്നല്ലേ. അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഇങ്ങനെ എഴുതി ഓർമ്മ ഉണ്ടോ നിങ്ങൾക്കെന്ന് അറിയില്ല. നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എഴുതിയത് ഇങ്ങനെയായിരുന്നു, എന്ത്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് XY = YX. ട്രാൻസ്ഫോർമേഷൻ ഓഫ് XY = എന്തായിരുന്നു, YX ആയിരുന്നു അല്ലേ. ആ XY YX എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിക്കും, വേറെ ഫസ്റ്റത്തേൽ y മാത്രം വന്ന് 0x + y ആണ് അല്ലേ, 0x + y. അതുപോലെ രണ്ടാമത്തെ x മാത്രം വരാൻ കാരണം എന്താ, x + 0y ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ട്രാൻസ്ഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ട്രാൻസ്ഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കി എഴുതിയിരുന്നു. എങ്ങനെ, ഈ എക്സും വൈയും വെച്ചിട്ട് എങ്ങനെയാണ് എഴുതുക. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് എഴുതാണുമ്പോൾ എങ്ങനെയാണ് എഴുതുക നോക്കിയേ, നമ്മൾ 0 എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 0, വൈൻ്റെ എന്താണ് 1. അപ്പോൾ 0 1. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1, വൈൻ്റെ എന്താണ് 0. അപ്പം 0 1 1 0. ഈ ഒരു സ്റ്റാൻഡേർഡ് മെട്രിക്സ് അല്ലേ നമ്മൾ ഇതിന് എഴുതിയിട്ടുള്ളത്. നോക്ക്, T1ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്താ എഴുതിയത്, ഇവിടെ എഴുതിയിട്ടുള്ളത് 0 1 1 0. അപ്പം നമുക്ക് നേരിട്ട് ഈ മെട്രിക്സ് അറിയില്ലെങ്കിലും നമുക്ക് ആ ഇക്വേഷൻ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം, ആ ട്രാൻസ്ഫോർമേഷൻ അറിഞ്ഞിരിക്കണം. ഇനി ട്രാൻസ്ഫോർമേഷൻ അറിയില്ലെങ്കിൽ മെട്രിക്സ് അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും അറിയാണ്ട് നമുക്ക് ഇത് പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ T1 നമുക്കറിയാം റിഫ്ലക്ഷനാണ്. അപ്പോൾ T1ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമ്മൾ എഴുതി. അതുപോലെയായിരുന്നു എന്ത്, T2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓൺ ടു y ആക്സിസ്. ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓൺ ടു y ആക്സിസിന് ഇതുപോലെ എന്തുണ്ടാവും, ഒന്നുകിൽ നിങ്ങൾക്ക് ഇക്വേഷൻ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് പഠിച്ചു വെക്കണം. ഇവിടെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് 0 0 1 0 0 0 0 1 ആണ്. T1ൻ്റെ 0 1 1 0 ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യുക, ട്രാൻസ്ഫോർമേഷൻ കാണണം. അതായത് T1 കോമ്പോസിറ്റ് T2ൻ്റെ മെട്രിക്സ്, സ്റ്റാൻഡേർഡ് മെട്രിക്സ് കാണാൻ നമ്മളൊന്നും ചെയ്യേണ്ട, നേരിട്ട് അത് ഇൻറ്റു ചെയ്താൽ മതി. മെട്രിക്സ് T1 ഇൻറ്റു മെട്രിക്സ് T2 ഇൻറ്റു ചെയ്താൽ മതി. മെട്രിക്സ് T1 T2 ഇൻറ്റു ചെയ്യുമ്പോൾ 0 1 0 0 എന്ന് കിട്ടും. അതാണ് T1 കോമ്പോസിറ്റ് T2ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് നേരെ തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. ഇവിടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റാൻഡേർഡ് മെട്രിക്സുകൾ പരസ്പരം എന്താവണം, ഈക്വൽ ആവണം. അപ്പോൾ T2 കോമ്പോസിറ്റ് T1 നമ്മൾ ചെയ്ത് നോക്കുക. T2 കോമ്പോസിറ്റ് T1 നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, T1
ഇൻറ്റു ചെയ്താൽ മതി. T2 T1 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 0 0 0 1 ഇൻറ്റു 0 1 1 0 ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടുക 0 0 1 0 ആണ്. അപ്പോൾ നമുക്ക് T1 കോമ്പോസിറ്റ് T2 നോട്ട് ഈക്വൽ ടു T2 കോമ്പോസിറ്റ് T1. T1 കോമ്പോസിറ്റ് T2ൻ്റെയും T2 കോമ്പോസിറ്റ് T1ൻ്റെയും സ്റ്റാൻഡേർഡ് മെട്രിക്സുകൾ എന്തല്ല, ഈക്വൽ അല്ല. സ്റ്റാൻഡേർഡ് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ട്രാൻസ്ഫർമേഷൻസിൻ്റെ കോമ്പോസിഷൻ എന്താവുള്ളൂ, ഈക്വൽ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ T1 കോമ്പോസിറ്റ് T2 നോട്ട് ഈക്വൽ ടു T2 കോമ്പോസിറ്റ് T1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ T1 കോമ്പോസിറ്റ് T2 നോട്ട് ഈക്വൽ ടു T2 കോമ്പോസിറ്റ് T1 എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകും. പിന്നെ വേറൊരു കാര്യം, നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അധിക സമയത്തും ജനറലി നമുക്കറിയാം ഒരു AB എന്ന് പറയുന്ന മെട്രിക്സും BA എന്ന് പറയുന്ന മെട്രിക്സും എന്താവണമെന്നില്ല, ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ അല്ലെങ്കിൽ അതെന്തല്ല, നമുക്ക് നമ്മളോട് ചോദിച്ച് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നല്ലേ, ഈക്വൽ ആണെന്ന് നിർബന്ധമില്ല. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അത് വെച്ച് ചില സമയത്ത് അതെന്താവാം, കമ്മ്യൂട്ടേറ്റീവ് ആവാം കേട്ടോ. അപ്പം TB കോമ്പോസിറ്റ് TA ഈക്വൽ ടു TA കോമ്പോസിറ്റ് TB ആവുന്ന കേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആവുന്ന കേസിൽ സ്പെഷ്യൽ കേസുകളാവും, അതിന് നമ്മൾ എന്ത് വിളിക്കും, കമ്മ്യൂട്ട് എന്ന് വിളിക്കുക. ആവാത്തത് എന്താണ്, നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതെല്ലാ കേസിലും കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നോ നോൺ കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നോ നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ആവുന്ന കേസിന് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം T1 such that R2 to R2, T2 such that R2 to R2, the matrix operators that rotate vectors about origin through angle θ1 and θ2 respectively. അതായത് ഫസ്റ്റത്തെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിൻ മെട്രിക്സ് ഓപ്പറേറ്റർ ദാറ്റ് റൊട്ടേറ്റ്സ് വെക്ടർ എബൌട്ട് ദ ഒറിജിനിൽ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുകയാണ് വിത്ത് θ1 ആംഗിൾ. രണ്ടാമത്തെ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, വിത്ത് θ2 ആംഗിൾ അത് റൊട്ടേറ്റ് ചെയ്യാണ്. ഷോ ദാറ്റ് ദീസ് ടു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആർ കമ്മ്യൂട്ടേറ്റ്. അതായത് ഇത് രണ്ടും കമ്മ്യൂട്ട് ചെയ്യുന്നു എന്നാണ്. അതായത് T2 കോമ്പോസിറ്റ് T1ഉം T1 കോമ്പോസിറ്റ് T2 എന്താവണം, ഈക്വൽ ആവണം. അപ്പോഴേ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഇതും നമുക്ക് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്. അതായത് T2 കോമ്പോസിറ്റ് T1 x is equal to T2 of T1 x എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കാട്ടും എളുപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, സ്റ്റാൻഡേർഡ് മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പം T1ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ്, റൊട്ടേഷൻ അബൌട്ട് ഒറിജിൻ അല്ലേ, റൊട്ടേഷൻ അബൌട്ട് ഒറിജിനാണ് വിത്ത് θ1 ആംഗിൾ. അതിനാണ് കോസ് θ1 മൈനസ് സൈൻ θ1 കോസ് θ1. അതേ സാധനം തന്നെയാണ്, അതേ കേസ് തന്നെയാണ് T2 എന്ന് പറയുന്നത്. പക്ഷെ അത് ആംഗിൾ θ2 ആവുന്നുള്ളൂ. അപ്പോൾ കോസ് θ2 മൈനസ് സൈൻ θ2 കോസ് θ2. ഇനി നമുക്കറിയാം T2 കോമ്പോസിറ്റ് T1ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കാണാൻ മെട്രിക്സ് T2 ഇൻറ്റു മെട്രിക്സ് T1 ചെയ്താൽ മതി. ആ മെട്രിക്സ് T2ഉം മെട്രിക്സ് T1ഉം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു ചെയ്യുന്നു. മെട്രിക്സ് T2ഉം മെട്രിക്സ് T1ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം മെട്രിക്സുകൾ നമ്മൾ ഇൻറ്റു എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ കോസ് θ ഇൻറ്റു കോസ് θ2 ഇൻറ്റു കോസ് θ1 മൈനസ് സൈൻ θ2 ഇൻറ്റു സൈൻ θ1 മൈനസ് കോസ് θ2 സൈൻ θ1 മൈനസ് സൈൻ θ2 കോസ് θ1 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുക. അതിനെ അതായത് കോസ് θ2 കോസ് θ1 മൈനസ് സൈൻ θ2 സൈൻ θ1നെ കോസ് θ2 പ്ലസ് θ1 നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. അതായത് കോസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്താണ്, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണെന്ന് അറിയാം. അപ്പോൾ അതുപോലെ ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് കോസ് θ2 പ്ലസ് θ1 എന്ന് എഴുതാം. അതുപോലെ ഇവിടുത്തെ കേസിൽ മൈനസ് സൈൻ θ2 പ്ലസ് സൈൻ θ1 എഴുതാം. ഇവിടെ സൈൻ θ2 പ്ലസ്
തീറ്റ 1 എഴുതാം, കോസ് തീറ്റ 2 പ്ലസ് തീറ്റ 1 എന്ന് നമുക്ക് എഴുതാം. ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചും, അതായത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കാണിക്കാൻ T1 കോമ്പോസിറ്റ് T2, നേരത്തെ T2 കോമ്പോസിറ്റ് T1 ചെയ്ത പോലെ T1 കോമ്പോസിറ്റ് T2ൻ്റെ എന്ത് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1 ഇൻറ്റു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T2. സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1 ഇൻറ്റു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T2 ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് എന്ത് കിട്ടുക, സൊല്യൂഷനായിട്ട് കിട്ടുക. അതായത് T1ഉം T2ഉം കൂടി ഇൻറ്റു ചെയ്താലും ആൻസർ എന്ത് തന്നെയാണ് കിട്ടുക, ഇത് തന്നെയാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താ, തീറ്റ 1 പ്ലസ് തീറ്റ 2 തീറ്റ 2 പ്ലസ് തീറ്റ 1 സെയിം തന്നെയല്ലേ. അപ്പം അവിടെ എന്ത് മനസ്സിലായി, T1 കോമ്പോസിറ്റ് T2ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സും T2 കോമ്പോസിറ്റ് T1ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സും എന്തായി, ഈക്വലായി. T1 കോമ്പോസിറ്റ് T2ൻ്റെയും T2 കോമ്പോസിറ്റ് T1ൻ്റെയും സ്റ്റാൻഡേർഡ് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ എന്ത് ട്രാൻസ്ഫോർമേഷൻസ്, സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ T2 കോമ്പോസിറ്റ് T1 ഇസ് ഈക്വൽ ടു T1 കോമ്പോസിറ്റ് T2 എന്ന് കിട്ടി. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ T2 കോമ്പോസിറ്റ് T1 ഇസ് ഈക്വൽ ടു T1 കോമ്പോസിറ്റ് T2 ആണെങ്കിൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ അവിടെ എന്ത് കിട്ടി, ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, ഈ രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പോൾ നോക്കിയേ, ആർ തീറ്റ എന്ന് പറയുന്നത് റൊട്ടേഷൻ ഓഫ് ആർ ടു അബൌട്ട് ഒറിജിൻ ത്രൂ ആൻ ആംഗിൾ തീറ്റ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യാണ്, ആർ തീറ്റ 1 ആർ തീറ്റ 2 രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ റൊട്ടേഷൻ നടത്തുകയാണ് അല്ലേ. ആദ്യം ഒരു ആംഗിൾ തീറ്റ 1 ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു, പിന്നെ അവിടെ നിന്ന് തീറ്റ 2 ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടോട്ടൽ റൊട്ടേഷൻ ഈക്വൽ ആയിരിക്കും എന്ത്, ആർ തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്ന് പറയുന്നത്. അപ്പോൾ ആർ തീറ്റ എന്ന് പറയുന്നത് റൊട്ടേഷൻ ഓഫ് ആർ ടു അബൌട്ട് ഒറിജിൻ ത്രൂ ആൻ ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തത്തിൽ എത്ര കറങ്ങി എന്നുള്ളതാണ് എന്ത്, അത് കാണിക്കുന്നത്. അതായത് ആർ തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്ന് പറയുന്നത് ആദ്യം കറങ്ങിയതും പ്ലസ് രണ്ടാമത് കറങ്ങിയതും എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം പറയുന്നത് എന്താണെന്ന് നോക്കാം. ലെറ്റ് T1 from R2 to R2, T2 from R2 to R2 be matrix operators that reflect vectors about y-axis and x-axis respectively. ഫസ്റ്റത്തത് റിഫ്ലക്റ്റ് വെക്റ്റേഴ്സ് അബൌട്ട് y-ആക്സിസും രണ്ടാമത്തത് റിഫ്ലക്റ്റ് വെക്റ്റേഴ്സ് അബൌട്ട് x-ആക്സിസും ആണ്. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് ദീസ് ടു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കമ്മ്യൂട്ടേറ്റീവ്, ഈ രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് T1 അറിയാം, T2 അറിയാം. അപ്പം T1 XY മൈനസ് എക്സ് വൈ ആണ്. അതുപോലെ T2 XY എന്ന് പറയുമ്പം എക്സ് മൈനസ് വൈ ആണ്. റിഫ്ലക്റ്റീവ് അബൌട്ട് എക്സ് ആക്സിസും റിഫ്ലക്റ്റീവ് അബൌട്ട് വൈ ആക്സിസ്, ആദ്യത്തെ റിഫ്ലക്റ്റീവ് അബൌട്ട് വൈ ആക്സിസും രണ്ടാമത്തത് റിഫ്ലക്റ്റീവ് അബൌട്ട് എക്സ് ആക്സിസും ആണ്. അപ്പോൾ T1 റിഫ്ലക്റ്റീവ് അബൌട്ട് വൈ ആക്സിസും T2 റിഫ്ലക്റ്റീവ് അബൌട്ട് എക്സ് ആക്സിസും അതിൻ്റെ രണ്ടിൻ്റെയും ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, എഴുതാൻ പറ്റി. ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ ഇത് സോൾവ് ചെയ്യാം. രണ്ട് തരത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെയാണ്, ഒന്നുകിൽ T1 കോമ്പോസിറ്റ് T2 XY അതുപോലെ T2 കോമ്പോസിറ്റ് T1 XY രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് നമ്മുടെ ഡെഫിനിഷൻ്റെ എക്സ്പാൻഷനിലൂടെ പ്രൂവ് ചെയ്യാം. അതായത് T1 കോമ്പോസിറ്റ് T2 XYന് T1 ഓഫ് T2 XY എന്ന് എഴുതാം. T1 ഓഫ് T2 XY എന്ന് പറയുമ്പോൾ T1 ഓഫ് T2 XY നമുക്ക് തന്നിട്ടുണ്ട്. T2 XY എന്താണ്, എക്സ് മൈനസ് വൈ ആണ്. T2 XY എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈ ആണ്. ഇനി T1 ഓഫ് XY, T1 ഓഫ് XY എന്താണെന്ന് നമുക്കറിയാം. T1 ഓഫ് XY എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് വൈ ആണ്. അതായത് ഫസ്റ്റത്തേന് മൈനസ് കൊടുക്കും, രണ്ടാമത്തത് അതുപോലെ എഴുതുന്നതാണ്. ഇവിടെ എക്സ് ഉണ്ട്, അതിന് മൈനസ് കൊടുത്താൽ മൈനസ് എക്സ്, രണ്ടാമത്തത് മൈനസ് വൈ ആണ്, അത് അതുപോലെ എഴുതി എന്ന് വിചാരിക്കാം. മൈനസ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി T2 കോമ്പോസിറ്റ് T1 XY എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, T2 ഓഫ് T1 XY എന്ന് കൊടുക്കും. T2 ഓഫ് T1 XY എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, T2 ഓഫ് T1 XY നമുക്കറിയാം മൈനസ് എക്സ് വൈ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ മൈനസ് എക്സ് വൈ, T2 ഓഫ് XY എന്താണ്, T2 ഓഫ് XY എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. T2 ഓഫ് XY എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ, അതായത് ഫസ്റ്റത്തെ അതുപോലെ തന്നെ വൈക്ക് മൈനസ് കൊടുക്കുന്നു. ഇവിടെ മൈനസ് എക്സ് അതുപോലെ തന്നെ വൈക്ക് മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് വൈ, രണ്ടും എന്ത് തന്നെയാണ്, സെയിം അല്ലേ. രണ്ടും ഓർഡേഡ് പെയർ മൈനസ് എക്സ് മൈനസ് വൈ ആണ്. മൈനസ് എക്സ് മൈനസ് വൈ തന്നെയാണ് എന്ത്, T1 കോമ്പോസിറ്റ് T2 XYയും T2 കോമ്പോസിറ്റ് T1 XYയും. അതുകൊണ്ട് T1 കോമ്പോസിറ്റ് T2ഉം
T2 കോമ്പോസിറ്റ് T1 എന്താണ് ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. അങ്ങനെ ഇത് രണ്ടാമത്തെ രീതി, ഇത് പ്രൂവ് ചെയ്യാനുള്ള രണ്ടാമത്തെ രീതി നമ്മളിപ്പോൾ നേരത്തെ കണ്ടതാണ്. എന്ത് T1 കോമ്പോസിറ്റ് T2 T2 കോമ്പോസിറ്റ് T1 ഈക്വൽ ആണെന്ന് കാണിക്കാൻ നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മെട്രിസസ്, സ്റ്റാൻഡേർഡ് മെട്രിസസുകൾ ഉണ്ടാക്കിയാൽ മതി. അപ്പം T1 കോമ്പോസിറ്റ് T1 കോമ്പോസിറ്റ് T2 അതുപോലെ T1 ഇൻറ്റു T2 ആണ്. നമുക്ക് T1ന് സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നോക്കി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. -1 1 കണ്ടോ, T1ൻ്റെത് അല്ലേ, T1ൻ്റെത് -XY എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, -X + 0y എന്നാണ്. അതായത് -1 0. ഇനിയോ വൈൻ്റെത് -x, y അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ടേം എന്ന് പറഞ്ഞാൽ -x മാത്രമേ ഉള്ളൂ, അതായത് -x + 0y ആണ്. രണ്ടാമത്തെ ടേം y മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, 0x + y. 0x + y എന്ന് പറയുമ്പോൾ 0യും 1ഉം ആണ് കണ്ടോ. ഇനി T2ൻ്റെ നോക്കുമ്പോഴോ, T2xy = x - y എന്നാണ് അല്ലേ. T2xy = x - y എന്നല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഫസ്റ്റത്തെ ടൈം x മാത്രമേ ഉള്ളൂ, അതായത് x + 0y ആണ് ഫസ്റ്റത്തെ ടൈം. രണ്ടാമത്തെ ടൈം എന്താവും, 0x - y ആണ് അല്ലേ. അപ്പം x + 0y എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, x എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്. x എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. വൈൻ്റെ എന്താണ്, 0 ആണ്. 1 0. ഇനി -y എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, 0x - y ആണ്. അപ്പോൾ എക്സിൻ്റെത് 0 ആണ്, വൈൻ്റെ -1 ആണ് കണ്ടോ. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടിയാൽ അതിന് നമുക്ക് മെട്രിക്സ് എഴുതാൻ പറ്റും. ഇനി മെട്രിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ എഴുതാനും പറ്റും. അപ്പോൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1 ഇൻറ്റു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T2 ചെയ്യുമ്പോൾ നമുക്ക് -1 0 0 -1 എന്ന് കിട്ടും. -1 0 0 -1 എന്ന് കിട്ടും. അതുപോലെ T2 കോമ്പോസിറ്റ് T1ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതാൻ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T2 ഇൻറ്റു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1 എഴുതിയാൽ മതി. അപ്പോൾ എന്ത് കിട്ടും, നമ്മൾ T2ൻ്റെത് എഴുതുമ്പോൾ 1 0 0 -1 -1 0 0 1 ആൻസർ എന്ത് തന്നെയാണ് കിട്ടുക, -1 0 0 -1 രണ്ടും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, T1 ആൻഡ് T2 ആർ എന്താണ് കമ്മ്യൂട്ടേറ്റീവ്. T1 ആൻഡ് T2 ആർ കമ്മ്യൂട്ടേറ്റീവ് ഓവർ ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കേസിൽ T1 T2 എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ കേസിനെ നമ്മൾ, അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് x -x ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് x ഇവിടെ നമ്മൾ രണ്ടും കൂടി ചേർത്തിട്ടുള്ള കോമ്പോസിറ്റ് ഫംഗ്ഷൻ T1 കോമ്പോസിറ്റ് T2 xyനെ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്, -x -y എന്നല്ലേ. അതായത് അങ്ങനെയുള്ള ആ ട്രാൻസ്ഫോർമേഷനെ, അതൊരു ട്രാൻസ്ഫോർമേഷനാണല്ലോ. T1 കോമ്പോസിറ്റ് T2 xy എന്ന് പറയുന്നത് ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു എന്താണ്, ട്രാൻസ്ഫോർമേഷൻ. അല്ലെങ്കിൽ T1 കോമ്പോസിറ്റ് T2 എന്ന് പറയുന്നത് xy എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് എന്താണ്, ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ആ രണ്ട് ട്രാൻസ്ഫോർമേഷനും, അതായത് കോമ്പോസിഷൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു പേര് വിളിക്കും, റിഫ്ലക്ഷൻ എബൌട്ട് ഒറിജിൻ. ആ ട്രാൻസ്ഫോർമേഷനെ, അത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, റിഫ്ലക്ഷൻ എബൌട്ട് ഒറിജിൻ. അതായത് ഇങ്ങനെ വേണമെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. T(xy) എന്ത് കിട്ടുക, -x - y. T(xy) എന്താണ്, -x - y എന്ന് പറയുന്ന ഈ ട്രാൻസ്ഫോർമേഷനെ, അതായത് ട്രാൻസ്ഫോർമേഷൻ ഫ്രം R2 to R2 എന്ന് പറയുന്ന ഈ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ റിഫ്ലക്ഷൻ എബൌട്ട് ദ ഒറിജിൻ. റിഫ്ലക്ഷൻ എബൌട്ട് ദ ഒറിജിൻ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ. അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതാ ഈ എഴുതിയിട്ടുള്ള സാധനമാണ് ഏതാണ്, T -1 0 0 -1 എന്നായിരിക്കും അതിൻ്റെ എന്ത് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നു. അടുത്ത പ്രോബ്ലം, ലെറ്റ് T1 x1 x2 x1 + x2, x1 - x2. T2 x1 x2 3x1, 2x1 + 4x2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ഫസ്റ്റത്തെ കാര്യം, ഫൈൻഡ് സ്റ്റാൻഡേർഡ് മെട്രിസസ് ഫോർ T1 ആൻഡ് T2. T1ൻ്റെയും T2ൻ്റെയും സ്റ്റാൻഡേർഡ് മെട്രിസസ് കാണാം. ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് മെട്രിസസ് ഫോർ T1 കോമ്പോസിറ്റ് T2, T2 കോമ്പോസിറ്റ് T1. T1 കോമ്പോസിറ്റ് T2ൻ്റെയും T2 കോമ്പോസിറ്റ് T1ൻ്റെയും സ്റ്റാൻഡേർഡ് മെട്രിക്സുകൾ കാണാൻ എളുപ്പമാണ്. T1 കോമ്പോസിറ്റ് T2 ആണ്. T1
മെട്രിക്സ് T1-നും മെട്രിക്സ് T2-നും കൂടി ഇൻറ്റു ചെയ്താൽ മതി. T2 കോമ്പോസിറ്റ് T1-ൻ്റെ കാണാൻ മെട്രിക്സ് T2-നും മെട്രിക്സ് T1-നും കൂടി ഇൻറ്റു ചെയ്താൽ മതി. പിന്നെ യൂസിങ് മെട്രിസസ് ഇൻ പാർട്ട് ബി, നമ്മൾ കണ്ടുപിടിച്ച മെട്രിസസ് ഉപയോഗിച്ചിട്ട് ഫോർമുലാസ് എഴുതാനാണ്. ഏത്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഫോർമുലാസ് എഴുതാൻ. നമുക്ക് മെട്രിക്സ് കിട്ടിയാൽ ഫോർമുല എഴുതാനും അതുപോലെ ഫോർമുല കിട്ടിയ മെട്രിക്സ് എഴുതാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനാദ്യം സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതാൻ നമുക്കറിയാം. അതായത് സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതാൻ എങ്ങനെയാണ്? ശരിക്കും നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് 1 0 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. 1 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x1-ന് പകരം 1-ഉം x2-ന് പകരം 0-യും കൊടുക്കുമ്പോൾ നമുക്ക് x1 + x2 അല്ലേ? x1 + x2 എന്ന് പറയുമ്പോൾ 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. x1 - x2 എന്ന് പറയുന്നത് 1 - 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ T1 1 0 എന്ന് പറയുന്നത് 1 1 എന്ന് കിട്ടും. T1 E2 അഥവാ T1 0 1 എന്ന് പറഞ്ഞാൽ x-ന് പകരം 0-യും y-ക്ക് പകരം 1-ഉം കൊടുക്കുന്നു. T1 x1 x2-ൽ x1-ന് പകരം 0, x2-ന് പകരം ഇവിടെ 1 കൊടുക്കുന്നു. x1-ന് പകരം 0, x2-ന് പകരം 1 കൊടുത്താൽ 0 + 1 എന്ത് തന്നെയാണ്? 1 ആണ്. 0 - 1 -1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 1-ഉം 1 - 1-ഉം. അപ്പം നമ്മൾ ആ മെട്രിക്സ് എഴുതി. എന്താണ് മെട്രിക്സ് എഴുതി? 1 1 1 -1 എന്നാണ് നമ്മുടെ എന്ത് കിട്ടിയത്? സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടിയത്. ഇത് നേരിട്ട് എഴുതാൻ പറ്റാത്തതിൻ്റെ കാരണം, നമ്മൾ സാധാരണ ഇക്വേഷൻ നിന്ന് ഡയറക്റ്റ് എഴുതാറുണ്ടായിരുന്നു. ഇക്വേഷൻ നിന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റാത്തതിൻ്റെ കാരണം ഇവിടെ x1 + x2 അതുപോലെ x1 - x2 എന്ന് പറഞ്ഞ് വന്നതിനെ കൊണ്ടാണ്. നേരത്തെ നമ്മൾ കണ്ട പോലെ 2x, 3x എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല എന്ത് ചെയ്തിട്ടുള്ളത് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റാത്തത്? എഴുതാൻ പറ്റാതിരുന്നത്. ഓക്കെ, വേണമെങ്കിൽ അതും ഉപയോഗിച്ചും വേണമെങ്കിൽ നമുക്ക് എഴുതാം. എങ്ങനെ? ഇതിൽ തന്നെ ഇത് ഉപയോഗിച്ച് നേരിട്ട് നോക്കിയിട്ട് എഴുതാൻ പറ്റും. എന്ത്? എക്സും വൈയും അല്ലെങ്കിൽ പോലും ഇവിടെ x1 x2 ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. നോക്കിയേ, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1, x1-ൻ്റെയും x2-ൻ്റെയും 1 അല്ലേ? x1-ൻ്റെയും x2-ൻ്റെയും 1 1. ഇനിയോ x1-ൻ്റെ 1, x2-ൻ്റെ -1 1 -1. ഡയറക്റ്റ് ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് T1-ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ എഴുതി കാണിച്ചു തന്നതാണ്. എന്ത്? കോഎഫിഷ്യൻ്റുകൾ നോക്കിയിട്ട് നമുക്ക് വേണ്ട എഴുതിയാൽ മതി. ഇനി T2-ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് എഴുതണം. T2-ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? T2-ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതുമ്പോൾ T2-ൻ്റെ ഇക്വേഷൻ എന്താണ് നോക്കുക? 3x1 2x1 + 4x2 അല്ലേ? 3x1-ഉം 2x1 + 4x2 ആണ്. അപ്പോൾ നോക്കിയാൽ വേണം നേരിട്ട് എഴുതാൻ പറ്റും. 3x1 അല്ലേ? 3x1 എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻറ്റ് 3 ആണ്. പിന്നെ അതിൻ്റെ 3x1 കഴിഞ്ഞിട്ട് അവിടെ x2-ൻ്റെ ടേം ഇല്ല, അതായത് 0 x2 ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണ്? 0 ആണ്. ഇനി രണ്ടാമത്തെ ടേം പറഞ്ഞാൽ 2x1 + 4x2. x1-ൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, x2-ൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണ്. അങ്ങനെ ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് എഴുതിയെടുക്കാം. അപ്പോൾ നമുക്ക് T1-ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സും കിട്ടി, T2-ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സും കിട്ടി. നമുക്ക് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1 കോമ്പോസിറ്റ് T2 കാണാൻ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. T1 × T2 ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1 × സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T2 രണ്ട് മെട്രിക്സുകൾ എഴുതുന്നു. നേരിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. 5 4 1 - 4 എന്ന് കിട്ടും. അതുപോലെ T2 കോമ്പോസിറ്റ് T1 കാണാൻ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T2 × സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1. സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T2 നമ്മൾ എഴുതുന്നു, സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് T1 എഴുതുന്നു. രണ്ടും ഡയറക്റ്റ് ഇൻറ്റു ചെയ്യുന്നു. 3 3 6 - 2 എന്ന് കിട്ടും. അപ്പോൾ T1 കോമ്പോസിറ്റ് T2 കോമ്പോസിറ്റ് T1 കിട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റണം? സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ എഴുതാൻ പറ്റണം. ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫോർമേഷൻ എഴുതാൻ പറ്റണം അല്ലേ? അപ്പോൾ നമുക്കറിയാം T1 കോമ്പോസിറ്റ് T2 x. T1 കോമ്പോസിറ്റ് T2 x എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതാറ്? T1 കോമ്പോസിറ്റ് T2 x എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം എന്ത്? T1 കോമ്പോസിറ്റ് T2 എന്നതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സിനെ x കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അതായത് അതിൻ്റെ T1 കോമ്പോസിറ്റ് T2 നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. 5 4 1 - 4 5 4 1 - 4. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 5x1 + 4x2 x1 - 4x2. അത് നേരിട്ട് എഴുതിയാലും മതി. നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പാക്കി എഴുതണമെന്നും നിർബന്ധമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഈ സ്റ്റെപ്പ് എഴുതാൻ പറ്റും.
ഈ സ്റ്റെപ്പ് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. എങ്ങനെ? ഫസ്റ്റത്തെ നോക്കിയേ, എന്താണ് നമ്മളെ T1 കോമ്പോസിറ്റ് T2 എന്താണെന്ന് നമുക്കറിയാം. T1 കോമ്പോസിറ്റ് T2 ആണ് എഴുതി വെച്ചിട്ടുള്ളത്. 5 4 1 -4 അല്ലേ? അപ്പം നേരിട്ടാണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷന് സ്റ്റാൻഡേർഡ് മെട്രിക്സിന് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എഴുതുന്നത് നമ്മൾ പഠിച്ചു ഫസ്റ്റ് തന്നെ. അപ്പോൾ ഈ 5ഉം 4ഉം നേരെ അങ്ങോട്ട് 5x1 + 4x2, അതുപോലെ 1 -4 അതായത് x1 - 4x2 എന്ന് പറഞ്ഞ് നേരിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ശരിക്കും പറഞ്ഞാൽ ആ ട്രാൻസ്ഫോർമേഷൻ കിട്ടി അല്ലേ? അത് നമ്മൾ നേരിട്ടാണ്ട് എഴുതിയാൽ മതി. അതായത് T1 കോമ്പോസിറ്റ് T2 x1 x2 എന്ന് പറഞ്ഞാൽ 5x1 + 4x2 x1 - 4x2 എന്ന് കിട്ടി. ഇനി നേരെ തിരിച്ച് എന്താ T2 ഓഫ് T1 ഓഫ് x1 x2 എന്ന് പറഞ്ഞാൽ എന്താണ്? T2 കോമ്പോസിറ്റ് T1 x1 x2 ആണ്. T2 കോമ്പോസിറ്റ് T1 x1 x2 എഴുതാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? T2 കോമ്പോസിറ്റ് T1ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. T2 കോമ്പോസിറ്റ് T1ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3 3 6 -2 എന്നാണ്. അത് നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി. 3x1 + 3x2 ഉണ്ടോ? 3x1 + 3x2. 6 -2നെ എങ്ങനെ എഴുതാം? 6x1 - 2x2 എന്ന് പറഞ്ഞ് നേരിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടിയാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് നേരെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അതിന് സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നേരിട്ട് ഇതെഴുതുക, ആൻസർ എഴുതുക. അതുപോലെ ഇതെഴുതുക, നേരെ ആൻസർ എഴുതിയാൽ മാത്രം മതി. എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ അധികം ഓവറായിട്ട് സ്റ്റെപ്പുകൾ എഴുതണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ എഴുതാം എന്നുള്ളൂ. ഇവിടെയും നമ്മൾ കണ്ടില്ല, എവിടെയും നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. നേരിട്ട് ഈ T2ൻ്റെ മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? T2ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഡയറക്റ്റായിട്ട് 3024 നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അങ്ങനെ ഒഴിവാക്കേണ്ട സ്റ്റെപ്പുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കിയിട്ട്, അതിനാണ് ഷോർട്ട് കട്ട് ആദ്യം തന്നെ എന്ത് ചെയ്തത്? പറഞ്ഞു തന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. അടുത്ത പ്രോബ്ലം പറയുന്നത് ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ദ ഓപ്പറേറ്റർ T on R3 that first rotates a vector counterclockwise about z-axis through an angle 30 degree. 80 degree ആംഗിളിലൂടെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. ദെൻ റിഫ്ലക്ട്സ് ദ റിസൾട്ടിങ് വെക്ടർ. എന്നിട്ട് ആ റിസൾട്ടിങ് വെക്ടറിനെ റിഫ്ലക്ട്സ് ചെയ്യുന്നു അബൌട്ട് YZ പ്ലെയിൻ ആൻഡ് ദെൻ പ്രൊജക്റ്റ് ദാറ്റ് വെക്ടർ ഓർത്തോഗണലി ഓൺ ടു XY പ്ലെയിൻ. 3 ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ എന്ത് ചെയ്യണത്? നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ T1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ. എന്താണ്? റൊട്ടേറ്റ്സ് ദ വെക്ടർ കൗണ്ടർ ക്ലോക്ക് വൈസ് അബൌട്ട് Z-axis ത്രൂ ആംഗിൾ 30. അതാണ് ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ. T2 പറഞ്ഞ രണ്ടാമത്തെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എഴുതുന്നു ഓപ്പറേറ്റേഴ്സ് ഓൺ R3 ദാറ്റ് റിഫ്ലക്ട്സ് എ വെക്ടർ അബൌട്ട് YZ പ്ലെയിൻ. അപ്പോൾ രണ്ടാമത്തെ ട്രാൻസ്ഫോർമേഷനായി. T3 എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എഴുതുന്നു ഓപ്പറേറ്റേഴ്സ് ഓൺ R3 ദാറ്റ് പ്രൊജക്ട്സ് എ വെക്ടർ ഓർത്തോഗണലി ഓൺ ടു XY പ്ലെയിൻ. അത് ഓർത്തോഗണലി എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ചെയ്യുന്നു XY പ്ലെയിനിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ അവിടെ നടന്നിട്ടുള്ള ഓപ്പറേഷൻസിനെ നമുക്ക് കോമ്പോസിഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. T = T3 കോമ്പോസിഷൻ, T2 കോമ്പോസിഷൻ, T1 എന്ത് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം T1ൻ്റെയും T2ൻ്റെയും T3ൻ്റെയും സ്റ്റാൻഡേർഡ് മെട്രിസസ് എഴുതുന്നു. T1ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് അതായത് എന്താണ്? ഫസ്റ്റ് T1 എന്താണെന്ന് നമുക്കറിയാം. റൊട്ടേറ്റ്സ് എ വെക്ടർ കൗണ്ടർ ക്ലോക്ക് വൈസ് അബൌട്ട് Z-axis ത്രൂ 30 degree ആംഗിൾ. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. cos θ - sin θ 0, sin θ cos θ 0 0 0 1 എന്ന് പറഞ്ഞിട്ടുള്ള അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. ഇവിടെ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുന്നു? 30 കൊടുക്കുന്നു. കാരണം 30 degree ആംഗിളിലാണ് അതെന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂസ് കിട്ടുന്നു. അതെന്ത് ചെയ്യുന്നു? അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെട്രിക്സ്. ഫസ്റ്റത്തെ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ്. ഇനി രണ്ടാമത്തെ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം ഓൺ R3 അത് റിഫ്ലക്ട്സ് അബൌട്ട് YZ പ്ലെയിൻ. റിഫ്ലക്ട്സ് അബൌട്ട് YZ പ്ലെയിനിൽ അതിൽ
നമുക്ക് അറിയുന്ന കാര്യമാണ്. റിഫ്ലക്ട്സ് അബൌട്ട് വൈ സെഡ് പ്ലെയിൻ എന്ന് പറയുമ്പം എക്സ് മാത്രം എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യും, ബാക്കി രണ്ടും അതുപോലെ നിൽക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എക്സ് -1 ആവും, ബാക്കിയുള്ളതൊക്കെ സെയിം ആവും. അതായത് -1 0 0 0 1 0 0 0 1 എന്ന് പറയുന്നതാണ് അതിൻ്റെ മെട്രിക്സ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെട്രിക്സ്. T3 എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ projects a vector orthogonally onto xy plane. Projects a plane orthogonally onto xy plane സ്റ്റാൻഡേർഡ് മെട്രിക്സ് 1 0 0 0 1 0 0 0 0 എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഈ മെട്രിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ മെട്രിക്സ് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാം മൊത്തത്തിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T3 കോമ്പോസിറ്റ്, T2 കോമ്പോസിറ്റ്, T1 ആണ്. അതായത് T3 കോമ്പോസിറ്റ്, T1 കോമ്പോസിറ്റ്, T1 കാണാൻ, T3 കോമ്പോസിറ്റ്, T2 കോമ്പോസിറ്റ്, T1 കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കണ്ടാൽ മതി. അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കാണാൻ T1 സ്റ്റാൻഡേർഡ് മെട്രിക്സ് T3 ഇൻറ്റു സ്റ്റാൻഡേർഡ് മെട്രിക്സ് T2 ഇൻറ്റു സ്റ്റാൻഡേർഡ് മെട്രിക്സ് T1 എന്ത് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 3 മെട്രിക്സുകൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു ആയിട്ട് എഴുതുന്നു. 3 മെട്രിക്സുകൾ ഇൻറ്റു ആയിട്ട് എഴുതുന്നു. ഫസ്റ്റത്തെ 2 ഇൻറ്റു ചെയ്യുന്നു. ഫസ്റ്റ് 2 ഇൻറ്റു ചെയ്താൽ നമുക്ക് ഈ മെട്രിക്സ് കിട്ടുന്നു. അതിനെ രണ്ടാമത്തെ മെട്രിക്സ് ആയിട്ടുള്ള മൂന്നാമത്തെ മെട്രിക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ആ മെട്രിക്സ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമ്മുടെ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. അപ്പോൾ അതെന്താണ് ഈ കിട്ടിയിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് ഓൾ ട്രാൻസ്ഫോർമേഷൻസ്, എല്ലാ ട്രാൻസ്ഫോർമേഷനും കൂടി ചേർന്നതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ് നമുക്ക് എന്ത് ചെയ്തത്, കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളോടുള്ള ചോദ്യം അത് തന്നെയാണ്, ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ദ ഓപ്പറേറ്റർ T. ആ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കാണാൻ തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ട്രാൻസ്ഫോർമേഷൻ കാണേണ്ട ആവശ്യം ഇല്ല. ട്രാൻസ്ഫോർമേഷൻ കാണേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് മെട്രിക്സിനെ ട്രാൻസ്ഫോർമേഷനായിട്ട് എഴുതാം. എങ്ങനെ, T ഫ്രം R3 to R3 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എങ്ങനെ എഴുതാം, T ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി. -√3/2 എക്സ് പ്ലസ് 1/2 വൈ പ്ലസ് 0 സെഡിന് വേണം എഴുതണമെന്നില്ല, വേണം 0 സെഡ് എന്ന് എഴുതാൻ കുഴപ്പമില്ല. അതൊരു ഫസ്റ്റത്തെ എലമെൻറ്റ്. ഇനിയോ രണ്ടാമത്തെ എലമെൻറ്റ് 1/2 എക്സ് പ്ലസ് √3/2 വൈ പ്ലസ് 0 സെഡ്. അതുപോലെ 0 എക്സ് പ്ലസ് 0 വൈ പ്ലസ് 0 സെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇങ്ങനെ എന്തായിട്ട് ഒരു ബ്രാക്കറ്റിലായിട്ട് അത് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റാൻഡേർഡ് മെട്രിക്സിന് വേണമെങ്കിൽ എന്ത് എഴുതാൻ പറ്റും, നമുക്ക് ട്രാൻസ്ഫോർമേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അങ്ങനെ എഴുതാൻ ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എഴുതുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് എന്തിൽ വരുന്നത്, ട്രാൻസ്ഫോർമേഷൻസിൻ്റെ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ്റെ കോമ്പോസിഷനിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.